നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവധി ആഘോഷിക്കാനായി വീട് വിട്ടിറങ്ങിയ ഒരു കുടുംബത്തിന് നഷ്ടമായത് 6 പേരുടെ ജീവനാണ്. കർണാടക ബംഗളൂരു ദേശീയപാതയിലാണ് ഒരു കാറിന് മുകളിലേക്ക് ഒരു ലോറി മറിഞ്ഞ് ഒരു വലിയ അപകടം, ഒരു വലിയ ദുരന്തം വന്നു ചേർന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ 6 പേരാണ് മരണത്തിന് വിധേയരായത്. ബംഗളൂരു തുമുക്കുരു ദേശീയപാതയിൽ നിലമംഗലയിലാണ് കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞു വീണത്. വ്യവസായിയായ വിജയനപുര സ്വദേശി ചന്ദ്രയാഗപ്പ ഗോൾ എന്ന 48-കാരനും ഭാര്യ ഗൗരാഭായി എന്ന 42-കാരിയും അവരുടെ മക്കളായ 16 വയസ്സുകാരി ജാൻ, 6 വയസ്സുകാരി ആര്യ, 12 വയസ്സുകാരി ദീക്ഷ, ബന്ധുവായ വിജയലക്ഷ്മി എന്ന 36-കാരി കൂടിയാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച ദിവസം രാവിലെ 11 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദുരന്തം സംഭവിച്ചത്. ഏറ്റവും അധികം തിരക്കേറിയ ഒരു ദേശീയപാതയാണ് ബംഗളൂരു തുമുക്കുരു 6 വരി ദേശീയപാത. ഈ ദേശീയപാതയിലൂടെ അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചത്. എന്നാൽ ഈ കണ്ടെയ്നർ ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. കാറിനകത്തുണ്ടായിരുന്നവർ തൽക്ഷണം തന്നെ ഞെരിഞ്ഞമർന്ന് മരണപ്പെട്ടുവെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ക്രെയിൻ എത്തിച്ച് കാറിന് മുകളിൽ നിന്നും കണ്ടെയ്നർ ലോറി മാറ്റിയത് ഏറെ നേരം പണിപ്പെട്ടിട്ടാണ്, വലിയ പ്രയത്നത്തിലൂടെ തന്നെയായിരുന്നു. ശേഷം കാറിൽ നിന്നും അപകടത്തിൽ അകപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി വിജയപുരയിലേക്ക് പോവുകയായിരുന്നു ചന്ദ്രയാഗപ്പയും കുടുംബവും. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇവർ ആഡംബര കാർ കൂടിയായിട്ടുള്ള വോൾവോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൃതദേഹം നിലമംഗലയിലെ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 3 കിലോമീറ്ററിലധികം ഗതാഗത കുരുക്കുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മണിക്കൂറുകൾ നേരം ഗതാഗത സ്തംഭനമടക്കം അവിടെ ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.